ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ബ്രിട്ടീഷ് മ്യൂസിയത്തിലോട്ട് പോയാലോ? നമുക്ക് പോവാം. ആൻഡ് ഇത് നിങ്ങൾ എങ്ങനെയാണ് വായിച്ചത്? ഞാൻ വായിച്ചത് പിസ്സ പാസ്ത വേണമെന്നാണ്. അറ്റ്ലാസ്റ്റ് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ആക്ച്വലി നിങ്ങൾക്കറിയോ, മലയാള ഭാഷയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതറിയണം. ആക്ച്വലി മലയാളം ഇംഗ്ലീഷ് ആദ്യത്തെ ഡിക്ഷണറി എഴുതിയ ഹെർണൻ ഗുണ്ടൻ്റെ പഴയകാല കുറിപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. ആൻഡ് അതേപോലെ തന്നെ കേരളവുമായിട്ടുള്ള ബന്ധം നമുക്ക് മനസ്സിലാവുന്ന ഒരുപാട് നമ്മുടെ പഴയ താളിയോല ഗ്രന്ഥങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ചേര സാമ്രാജ്യത്തിൻ്റെ സ്വർണ്ണ നാണയങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഞാൻ കണ്ടു. ആൻഡ് ഈ കാഴ്ചകളൊക്കെ എന്ന് പറയുന്നത് ഓരോ രാജ്യത്തു നിന്ന്, അതായത് BC-യിലും 2000 മുതൽ 10,000 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈജിപ്റ്റ്, ആഫ്രിക്ക, ഇന്ത്യ, അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നുള്ള പല പല കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനും പഠിക്കാനും പറ്റുന്ന ഒരു സ്ഥലമാണിത്. എല്ലാ കാര്യങ്ങളും എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ കാണിച്ചു തരാം. ഞാൻ ആക്ച്വലി നന്നായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് ഹിസ്റ്ററിയൊക്കെ കുറച്ച് ഇഷ്ടമുള്ള ഒരാളാണ്. ആൻഡ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന പല സാധനങ്ങളും എനിക്ക് ഒത്തിരി എന്നെ പഴയ, അതായത് ആ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു ആളുകളൊക്കെ ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളുടെ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ബോധവും ഒരു കണ്ണു തുറക്കൽ എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ എനിക്ക് തോന്നി. ഈ ഒരു ഡെഡ് ബോഡി വർഷങ്ങൾക്ക് മുമ്പ് ഇവർക്ക് ഏതൊരു ഗുഹയിൽ നിന്ന് കിട്ടിയാണ്. സ്വന്തമായിട്ട് സെൽഫായിട്ട് മമ്മിഫിക്കേഷൻ നടന്ന് ഇങ്ങനെ പ്രിസേർവ് ആയിരിക്കുകയാണ്. ഈ മമ്മീസ് എല്ലാം തന്നെ പല രാജാവിൻ്റെയോ രാജ്ഞിയുടെയോ ഒക്കെയാണ്. എല്ലാം വായിച്ച് മനസ്സിലാക്കി ആക്ച്വലി ഇത് കണ്ടുപോകുന്നതാണ് എപ്പോഴും രസം. നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി കാണാം.